ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ലഞ്ചാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ചെങ്കലവ കിട്ടിയായിരുന്നു കേട്ടോ. ചെങ്കലവ എന്ന് പറഞ്ഞാൽ പടയപ്പ എന്ന് പറയും, കിളിമീൻ, അങ്ങനെ പല ഇത് പറയും. ഭയങ്കര ടേസ്റ്റാണ്, പക്ഷേ അത് കറി വെച്ചാൽ കൊള്ളത്തില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അത് ഉണ്ടെങ്കിൽ കോവയ്ക്കയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന്. അച്ചാറും കോവയ്ക്ക വറുത്തതും ആ കിളിമീനില്ലേ ചെങ്കലവ, അതും എല്ലാം കൂടി വെച്ച് പൊതിച്ചോറ്. പിന്നെ മുട്ടയും കൂടി ഒരു ആഡംബരമാണ്, മുട്ടയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ച്. പക്ഷേ എല്ലാം കൂടി ഒപ്പിച്ച് പൊതി കെട്ടി നല്ലൊരു ഇലയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ പൊതി കൈയോടെ അങ്ങ് സെറ്റാക്കി വെച്ച്. കാരണം രാവിലെ അണ്ണം ഫുഡൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല കേട്ടോ. ഓട്ടം പോകുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ ഫുഡ് വലുതായിട്ട് ഉച്ചയ്ക്ക് നല്ല വിശന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കും. അതിങ്ങനെ വയറ് നിറച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ആൾക്ക് ഞാൻ പറഞ്ഞില്ല പൊതിച്ചോറാന്ന്. എന്ന് സാധാരണ വിളിച്ച് ചോദിക്കും എന്താ ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നലെ മീൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിളിച്ച് കറി വെക്കുമെന്നാണ് അണ്ണൻ വിചാരിച്ചത്. പക്ഷേ അണ്ണൻ വന്നപ്പോൾ ഹാപ്പിയായി. അണ്ണൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊതിച്ചോറ്. എൻ്റെ അടുത്ത് ചോദിക്കാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയത്, എപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കിയത് ഒരു ചോദ്യം, നിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണെന്നോ എന്നാണ് ചോദ്യം. എനിക്ക് ഒരു ഉള്ള വായിലൊക്കെ വെച്ചത് ഞാനും പിന്നെ ഇച്ചിരിയൊക്കെ തിന്നായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടല്ല, പക്ഷെ കൊള്ളായിരുന്നു. ഇത്ര വീഡിയോ അടുത്ത് വീഡിയോ.